കൂട്ടുകാരെ, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കാമേ. ഞാനിന്ന് വന്നതേ, നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നല്ലോ, അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ എന്തായാലും കാത്തിരുന്ന് നമ്മുടെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നല്ലേ. അങ്ങനെ പിന്നെ ഈ ജനാധിപത്യ രാജ്യത്തെ ഈ ജയപരാജയങ്ങൾ സ്വാഭാവികമാണ് അല്ലേ. അതിനിത്ര സന്തോഷിക്കേണ്ട കാര്യം ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഓരോ ഇലക്ഷൻ കഴിയുന്തോറും 3 പാർട്ടികളും മാറി മാറി വരികയും അവർ ഈ സന്തോഷം ആഘോഷിക്കുകയുമാണ്. ഒരു പ്രാവശ്യം ഞങ്ങൾക്കെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് എന്ന രീതിയിലാണ് ഈ ആഘോഷം കൊട്ടിഘോഷിക്കുന്നത് അല്ലേ. അതുകൊണ്ട് പിന്നെ ഇനി ഭരണത്തിൽ വന്ന പാർട്ടികൾ ഏത് രീതിയിലുള്ള ഒരു ഭരണമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളത് നോക്കിക്കാണേണ്ടതും പ്രാധാന്യമുള്ളതും ഒരു കാര്യമാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. 3 പാർട്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ അവർ ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അവർ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ എന്നും പ്രശംസിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. കാരണം നമ്മുടെ മോദി സാറാണെങ്കിൽ റോഡുകളായാലും പിന്നെ റെയിൽവേകളായാലും മറ്റ് അന്തർ സംസ്ഥാന കാര്യങ്ങളായാലും എല്ലാം വളരെ പിന്നെ വികസനം കൊണ്ടുവന്നിട്ടുള്ള ഒരു ഭരണമാണ് മോദി സാറിൻ്റേത്. ഏറ്റവും ചെറിയ ഒരു കാര്യം നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് കൃഷിക്കാർക്ക് തരുന്ന ആ 2000 രൂപ അല്ലേ, കർഷകർക്ക് തരുന്ന 2000 രൂപ, അത് അർഹതപ്പെട്ടവർക്കെല്ലാം ഒരേപോലെ, രാജ്യത്തുള്ളവർക്കെല്ലാം ഒരേപോലെ കിട്ടുന്ന ഒരു കാര്യമാണ്. അതൊന്നും നമ്മൾക്ക് കിട്ടിയിട്ടില്ലെന്നും കൈപ്പറ്റിയിട്ടില്ല എന്നൊന്നും നമ്മൾക്ക് പറയാൻ സാധിക്കില്ല അല്ലേ. അതേപോലെ തന്നെ പിണറായി സാറിൻ്റെ കാര്യം, കഴിഞ്ഞ ഭരണം എടുക്കുകയാണെങ്കിൽ പെൻഷൻ്റെ വർധനവും കാര്യങ്ങളും വീടുകളായാലും റോഡുകളായാലും വളരെ ദ്രുതഗതിയിൽ നടത്തിയിട്ടുള്ള ഒരു ഭരണ കാലഘട്ടമാണല്ലേ. അത് വെച്ച് നോക്കുമ്പോൾ നിയുക്ത ഭരണസമിതി ഇനി നമുക്ക് ചുറ്റുമുള്ള ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്ന വികസനം ചെന്നെത്താത്ത കാര്യങ്ങൾക്ക് കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ കൂടി കൈപിടിച്ചുയർത്തിക്കൊണ്ട് നല്ല ഒരു ഭരണം കാഴ്ചവെക്കാൻ ഞാൻ ആശംസിക്കുകയാണ് അല്ലേ. അന്നേരം ഈ ഒരു വിജയത്തിൽ ഞാൻ ആഘോഷിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആഘോഷിച്ചു. നമ്മുടെ തമിഴ്നാട്ടിലെ വിജയ് സാറിൻ്റെ വിജയം ഞാൻ അവരുടെ ആഘോഷങ്ങൾക്കൊപ്പം സന്തോഷിക്കുകയും ആഘോഷിക്കുകയും വീട്ടിലിരുന്നു കൊണ്ട് മീഡിയയിൽ കൂടി കണ്ട് ഞാൻ ആഘോഷിച്ചു. നിങ്ങൾക്കിഷ്ടപ്പെട്ട പാർട്ടികൾ ജയിച്ചതിൽ സന്തോഷവും ആഘോഷങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുകയാണ്. ഗുഡ് ബൈ.